മലപ്പുറം കൊണ്ടോട്ടിയിൽ ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. ട്രാവലർ ഡ്രൈവറായ പാലക്കാട് സ്വദേശി രാജേഷ്, രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ട്രാവലറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകട കാരണം എന്താണെന്ന് വ്യക്തമല്ല. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഏതായാലും മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഇത്തരത്തിൽ ടെമ്പോ ട്രാവലർ ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ചത്. ഈ അപകടത്തിൽ 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ട്രാവലർ ഡ്രൈവറായ പാലക്കാട് സ്വദേശി രാജേഷും രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ട്രാവലറിൽ 27 പേരാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ട്രാവലറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഈ ഒരു അപകടത്തിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 15 പേർക്കാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. ഏതായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. ടെമ്പോ ട്രാവലറാണ് ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ചത്. ഈ അപകടത്തിലാണ് 2 പേർക്ക് ജീവൻ നഷ്ടമായത്. ട്രാവലർ ഡ്രൈവർ അടക്കമുള്ളവരാണ് മരിച്ചത്. പാലക്കാട് സ്വദേശിയായ രാജേഷ്, അതോടൊപ്പം തന്നെ രമണി എന്നിവരാണ് 2 പേരാണ് മരിച്ചത്. 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. CMRL എക്സാലോജിക് കേസിൽ തെളിവ് ശേഖരണം വേഗത്തിലാക്കി ഇഡി. SFIUവിൽ നിന്നും ഇഡി വിവരങ്ങൾ തേടും. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള CMRLന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയതിന് പിന്നാലെയാണ് തെളിവ് ശേഖരണം വേഗത്തിലാക്കുന്നത്. വീണ ടിക്കും ശശിധരൻ കർത്തയ്ക്കും ഉടൻ സമൻസ് അയക്കാനാണ് നീക്കം. വീണയുടെ പേരുള്ള ലോക്കർ തുറക്കുന്നതിലും തീരുമാനമുണ്ടാകും. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CMRL. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ തെളിവ് ശേഖരണം ഇപ്പോൾ വേഗത്തിലാക്കാനാണ് ഇഡിയുടെ തീരുമാനം. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഒരു ഹൈക്കോടതിയുടെ വിധി വന്നത്. ഈ ഒരു ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന ഒരു വിധി വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു തെളിവ് ശേഖരണം അടക്കം ഈ അന്വേഷണവുമായി എത്രയും വേഗം മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ തീരുമാനം. CMRLന്റെ ഈ ഒരു ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRLന്റെ ഹർജി ഇന്നലെയാണ് ഹൈക്കോടതി തള്ളിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇഡി ഈ ഒരു തെളിവ് ശേഖരണം അടക്കം അന്വേഷണവുമായി എത്രയും വേഗം മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. SFIയിൽ നിന്നും ഇഡി വിവരങ്ങളടക്കം തേടും. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള CMRLന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ തെളിവ് ശേഖരണം വേഗത്തിലാക്കാൻ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. വീണ ടിക്കും ശശിധരൻ കർത്തയ്ക്കും ഉടൻ തന്നെ സമൻസ് അയക്കാനാണ് ഇഡിയുടെ നീക്കം. വീണയുടെ പേരുള്ള ലോക്കർ തുറക്കുന്നതിലും തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CMRL. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും കോടതിയിൽ. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മർദ്ദന ദൃശ്യങ്ങൾ ഇന്ന് കോടതി കാണും. 5 പ്രതികളുടെയും ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയുണ്ടാകും. അതേസമയം ഗൺമാൻ അനിലും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും അടക്കം മുഴുവൻ പ്രതികളും ഒളിവിൽ തുടരുകയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതോടെ ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ നിന്നാണ് പ്രതികൾ ഒളിവിൽ പോയത്. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഇന്ന് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മർദ്ദന ദൃശ്യങ്ങളടക്കം ഇന്ന് കോടതി കാണാനുള്ള സാധ്യതയാണുള്ളത്. 5 പ്രതികളുടെയും ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഗൺമാൻ അനിലും സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപും അടക്കം മുഴുവൻ പ്രതികളും നിലവിൽ ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജാമ്യമില്ലാ വകുപ്പുകൾ ആണ് ഇവർക്കെതിരെ ചുമത്തിയത്. ഇതിന് പിന്നാലെ ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ നിന്നും പ്രതികൾ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉള്ളത്. നിലവിൽ പ്രതികൾ ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. ഈ മർദ്ദന ദൃശ്യങ്ങളടക്കം ഇന്ന് കോടതി കാണാനുള്ള സാധ്യതയാണുള്ളത്. 5 പ്രതികളുടെയും ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി ഉണ്ടാകാനും സാധ്യതയുണ്ട്.
CBSE +2 പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ നൽകാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ ബോർഡ്. പുതിയ തീരുമാനപ്രകാരം വിദ്യാർത്ഥികൾക്ക് ജൂൺ 7 അർദ്ധരാത്രി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. നേരത്തെ ജൂൺ 6 അർദ്ധരാത്രി വരെയായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന സമയം നിശ്ചയിച്ചിരുന്നത്. CBSE ഈ പോർട്ടലിലെ സാങ്കേതിക തകരാറുകൾ മൂലം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായ പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര ഇടപെടൽ. പുനർമൂല്യനിർണ്ണയത്തിനുള്ള സമയം അവസാനിക്കാറായ ദിവസങ്ങളിൽ CBSE പോർട്ടൽ പൂർണ്ണമായും സ്ലോ ആകുകയോ തകരാറിലാവുകയോ ചെയ്തതായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരാതി ഉയർന്നിരുന്നു. സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിരന്തരം എറർ മെസ്സേജാണ് കാണിച്ചിരുന്നത്. ലോഗിൻ ചെയ്തവർക്ക് തന്നെ ഫീസ് അടയ്ക്കാനുള്ള പേയ്മെന്റ് ഗേറ്റ്വേ കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല. പോർട്ടലിൽ ഇത്തരമൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായാൽ അത് ബോധിപ്പിക്കാൻ പ്രത്യേക ഓപ്ഷനുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് വിദ്യാർത്ഥികൾ CBSEക്ക് നേരിട്ട് ഇമെയിൽ വഴി പരാതികൾ അയച്ചതോടെയാണ് ബോർഡ് സമയം നീട്ടി നൽകാൻ തയ്യാറായത്. ഏതായാലും CBSE പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ നൽകാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ ബോർഡ്. ഈ ഒരു സൈറ്റിന്റെ തകരാറ് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെ വഴിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതെ സൈറ്റ് പൂർണ്ണമായും ഡൗൺ ആവുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ ഒരു അടിയന്തരമായ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഒരു ദിവസം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ നൽകാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. പുതിയ തീരുമാനപ്രകാരം വിദ്യാർത്ഥികൾക്ക് ജൂൺ 7 അർദ്ധരാത്രി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നേരത്തെ ജൂൺ 6 അർദ്ധരാത്രി വരെയായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന സമയം നിശ്ചയിച്ചത്. ഇത് ഒരു ദിവസം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. CBSE പോർട്ടലിലെ സാങ്കേതിക തകരാറുകൾ മൂലം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പുനർമൂല്യനിർണ്ണയത്തിനുള്ള സമയം അവസാനിക്കാറായ ദിവസങ്ങളിൽ CBSE പോർട്ടൽ പൂർണ്ണമായും സ്ലോ ആകുകയോ തകരാറാവുകയോ ചെയ്തതായ പല പരാതികളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിരന്തരം എറർ മെസ്സേജ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ലോഗിൻ ചെയ്തവർക്കാകട്ടെ ഫീസ് അടയ്ക്കാനുള്ള പേയ്മെന്റ് ഗേറ്റ്വേ കൃത്യമായി പ്രവർത്തിക്കാത്തൊരു സാഹചര്യമായിരുന്നു. ഇതേ തുടർന്ന് വ്യാപകമായ പരാതികൾ ഈ ഒരു CBSE ബോർഡിനടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോർട്ടലിൽ ഇത്തരം ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായാൽ അത് ബോധിപ്പിക്കാൻ പ്രത്യേക ഓപ്ഷനുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് വിദ്യാർത്ഥികൾ CBSEക്ക് നേരിട്ട് ഇമെയിൽ വഴി പരാതികൾ അയക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഒരു ദിവസം കൂടി സമയം നീട്ടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. റോഡിൽ സ്റ്റേജ് സ്ഥാപിച്ച് കസേരകൾ നിരത്തി ഗതാഗതം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ മേയർ കൈയഴിഞ്ഞതോടെ പരിസ്ഥിതി ദിനാചരണം നടത്തിയ സംഘടനയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ രാവിലെ ഉപ്പിടാമൂട് പാലത്തിനടുത്താണ് റോഡിൽ സ്റ്റേജ് കെട്ടി പരിപാടി നടത്തിയത്. പുനർജനി തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന പേരിൽ മേയറുടെ ഉൾപ്പെടെ ചിത്രം പതിച്ച ഫ്ലെക്സ് ഉൾപ്പെടെ വേദിയിൽ സ്ഥാപിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കോർപ്പറേഷനുമായി ബന്ധമില്ലെന്ന് മേയർ അറിയിച്ചതോടെ പരിസ്ഥിതി സംഘടനയായ പുനർജനിക്കെതിരെ കേസെടുത്തതായി വഞ്ചിയൂർ പോലീസ് അറിയിച്ചു. കണ്ടലറിയാവുന്ന 50ഓളം പേർക്കെതിരെയാണ് കേസ്. ആമ്പഴിഞ്ചാൻതോട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായുള്ള ഉദ്ഘാടന ചടങ്ങാണ് റോഡിൽ സ്റ്റേജ് കെട്ടിയത്. റോഡിൽ വരിവരിയായി കസേരകൾ നിരത്തിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം താറുമാറായി. ഏതായാലും ഇന്നലെയായിരുന്നു ഈ ഒരു പരിപാടി നടത്താൻ റോഡിൽ സ്റ്റേജ് സ്ഥാപിച്ച കസേരകളടക്കം നിരത്തി ഈ ഒരു ഗതാഗതം തടസ്സപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് മേയർ അടക്കം ഈ ഒരു സംഭവവുമായി കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ കോർപ്പറേഷൻ അറിയാതെയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നടക്കമുള്ള വിശദീകരണം മേയർ നൽകുകയുണ്ടായി. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ ഒരു പരിസ്ഥിതി ദിനാചരണം നടത്തിയ സംഘടനയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇന്നലെ രാവിലെ ഉപ്പിടാമൂട് പാലത്തിനടുത്തായിരുന്നു ഇത്തരത്തിൽ റോഡിൽ സ്റ്റേജ് കെട്ടി പരിപാടി നടത്തിയത്. പുനർജനി തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന പേരിൽ മേയറുടെ അടക്കം ചിത്രങ്ങൾ പതിച്ചുകൊണ്ടായിരുന്നു ഫ്ലെക്സ് ഉൾപ്പെടെ ഈ ഒരു വേദിയിൽ സ്ഥാപിച്ചിരുന്നു. കോർപ്പറേഷനുമായി ബന്ധമില്ലെന്ന് മേയർ അറിയിച്ചതോടെ ഇപ്പോൾ പരിസ്ഥിതി സംഘടനയായ പുനർജനിക്കെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തതായാണ് അറിയിക്കുന്നത്. കണ്ടലറിയാവുന്ന 50ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ആമ്പഴിജൻതോട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായുള്ള ഉദ്ഘാടന ചടങ്ങിനാണ് റോഡിൽ സ്റ്റേജ് കെട്ടിയത്. റോഡിൽ വരിവരിയായി കസേരകൾ അടക്കം നിരത്തിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും താറുമാറാകുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ സംഘടനയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.